ഇനി കൈവച്ചെല്ലാം ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ചോ കുഴപ്പമില്ല. അതെടുത്ത ഇത് ഇതെല്ലാം ഇതൊന്ന് എല്ലാവരും എനിക്ക് 10 മാർക്കും തന്നൂലേ. ഞാനിന്ന് ചെയ്യാൻ വേണ്ടി പോണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് നമ്മുടെ ലക്ഷ്മി നായരുടെ വ്ലോഗില് കണ്ടതാണ് കേട്ടോ. നമ്മൾ ബാക്കി വന്ന ദോശമാവ് വെച്ചിട്ട് ഒരു സ്നാക്ക്. അപ്പൊ ഇന്ന് രാവിലെ ദോശയായിരുന്നു. അപ്പൊ കുറച്ച് മാവ് ബാക്കി ഉണ്ടായി. അപ്പൊ നമ്മൾ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്യാൻ പോലെ വെച്ചുവാണെങ്കിൽ നല്ല വിശത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഇത് ചക്ക, നല്ല അടിപൊളി ചക്ക കേട്ടോ. കാണുമ്പോ വലിയ പഴുത്തായിട്ട് തോന്നുന്നു, അടിപൊളിയല്ല. അപ്പൊ ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് അതെല്ലാം നമുക്കിടാം. വെജിറ്റബിൾസ് ഒക്കെ ഞാനിപ്പോ ആകെ സവാള മാത്രമേ ഇടുന്നുള്ളൂ. വേപ്പില് ചട്ടി ഇടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കാന്ന് വിചാരിച്ചത്. ദോശമാവാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഇത് പൊട്ടി നമുക്ക് നോക്കാം എങ്ങനെയാണോ നോക്കാം. നമ്മുടെ സവാള ആഡ് ചെയ്യാം. കുറച്ചിട്ട് ഇതെല്ലാം ഇതൊന്ന് ഒരു കട്ടി പരുവത്തിൽ ഇങ്ങനെ ചൂടാണ് കേട്ടോ. ഇതൊന്നും ഇങ്ങനെ തിക്ക് ബാറ്റർ പോലെ ആക്കിയെടുക്കാം. കയ്യിൽ നിന്ന് വിട്ട് പോരണം കേട്ടോ. ഞാനൊരു സാധനം കൂടി ഇടുന്നുണ്ട്. വേപ്പിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നും ഇല്ല, ക്യാരറ്റൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഇടണില്ല. ഇച്ചിരി കൂടി ഉപ്പിന്റെയും കൂടി ആവശ്യമുണ്ട്. നമ്മൾ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ചും കൂടെ ഇതിട്ട് കൊടുക്കാം. നമ്മുടെ ഇത് എന്നിട്ട് എണ്ണ ചൂടാകുന്നു കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കണം. ചിലപ്പോ ഈ പനിയാരം ഉണ്ടാക്കൂലേ ചില ആൾക്കാർ, എന്താ പറയാ, ഇങ്ങനെ ദോശമാവ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ എടുത്തിട്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഇട്ടിട്ട് ഉണ്ടാക്കണം. അതിൽ നമ്മൾ മൈദയൊന്നും ആഡ് ചെയ്യണില്ലല്ലോ. ഇതിൽ നമ്മൾ മൈദ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കണം. കുട്ടികൾക്ക് വലിയ ഇഷ്ടമെന്ന് പറയണു. അപ്പൊ നമുക്ക് നോക്കാം. ഇനി ഇത്തിരി ഇട്ട് കൊടുക്കാം. ഇതിന് ഷേപ്പ് ഒന്ന് നോക്കാം. ഇത് ആയോന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ആയിട്ടുണ്ടതാ. കുറച്ചായിട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിന്റെ ഷേപ്പ് ഒന്നും അവര് നോക്കണ്ടെന്നാട്ടോ പറഞ്ഞേക്കണത്. വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് ഇഷ്ടം അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ ഇടാം. കണ്ടോ? ഇതൊന്ന് ആവട്ടെ, നമുക്കൊന്ന് മറിച്ച് പിടിച്ചെടുക്കാം. ഇത് നമുക്ക് ഇതുണ്ട്, ടൊമാറ്റോ സോസ് ഇട്ടിട്ട് ഞാൻ അടുപ്പിച്ച് വന്നിട്ട് പറയാം. കുട്ടി കഴിക്കാമോ? സോസ് ഇത് കണ്ടില്ലേ? ഇതിങ്ങനെ ആവണോട്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് ഒരു നമുക്ക് ദോശയൊക്കെ മാവ് ബാക്കിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇതിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. വെജീസ്, പിന്നെ മല്ലിയില. അപ്പൊ ഞാൻ രാവിലെ സത്യത്തില് ഇത് കുറച്ച് ബാക്കി വന്നപ്പോ ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കാം എന്നുള്ളത്. അത് നമ്മൾ കോഴി എടുക്കുന്നുണ്ട്. കണ്ടോ? ഇനി കൈ വെച്ചാൽ നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇട്ട് നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. ഇതിന് ഷേപ്പേ ആണോ? അതൊന്നും ആവട്ടെ, ചൂടെടുക്കുക. മിൽക്ക് മെയ്ഡ് കൂട്ടിയത് എങ്ങനെ കഴിക്കുക? ഇത് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഇത് ചമ്മന്തി ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം.
കുറച്ച് ഇതിലുണ്ടാക്കണം. അപ്പൊ എണ്ണ അധികം എടുക്കണ്ടല്ലോ. മോന് ഇത്തിരി നീങ്ങി നോക്കാം മറിച്ചിടുമ്പോഴേ. പിന്നെ ഈ എന്താ പറയുക, ഈ ഇതാകുമ്പോ ഇങ്ങനെ കുഴിയുള്ള ചീനച്ചട്ടിയാകുമ്പോഴേ നമുക്ക് കുറച്ച് ഇതിലുണ്ടാക്കിയെടുക്കാം. എണ്ണ കുറച്ച് മതി. അപ്പൊ ഞാൻ നോക്കുമ്പോ ഇതാണ് നല്ലത്. കണ്ട ഇന്ന് വീർത്തൊക്കെ വന്നത് കണ്ട. നമ്മുടെ പനിയാരം തന്നെ കേട്ടോ. കണ്ട സോസൊക്കെ മുക്കി കഴിച്ച കുട്ടികൾ ഇങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേ അവരെ നമുക്ക് ഈസി ആയിട്ട് പറ്റിക്കാം അല്ലേ. ഇതാരെങ്കിലും ട്രൈ ചെയ്ത് ഇഷ്ടം പോലെ പേര് ട്രൈ ചെയ്തിട്ട്. പനിയാരം ഞാൻ ഉണ്ണിയപ്പ ചട്ടിയിലായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വെച്ചത്. പക്ഷെ ഈ പനിയാരം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാൻ തോന്നുന്നു. ഷേപ്പ് ഇതായിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വേണമെങ്കിൽ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ. ബാച്ച് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കണ്ടതായി തീ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെയൊക്കെ കരിഞ്ഞിരിക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് എണ്ണ മുക്കി ഒഴിച്ചു കൊടുക്കാം. കണ്ടോ എങ്ങനെയുണ്ട്? ഇത് കഴിച്ചും കൂടെ നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തായിരുന്നു. കാരണം നമുക്കിത് അറിയണില്ലല്ലോ ഇത് എങ്ങനെയുണ്ടെന്ന്. പിന്നെ ഇത് കഴിച്ചു നോക്കിയിട്ട് എന്താ പറയാ, നമ്മള് കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് കേട്ടോ. അപ്പൊ തന്നെ നമ്മൾ വീർത്ത് തന്നെ കണ്ട എണ്ണയിൽ ഇടുമ്പോ തന്നെ ഇല്ല ഇത് കേട്ടാ ഒരു വ്യത്യാസം കണ്ട കണ്ടോ. നമുക്ക് എന്നിട്ട് എല്ലാവർക്കും കൂടെ കഴിക്കാം. ഇത് കഴിച്ചിട്ട് ലച്ചുവിന് പഠിക്കാനും ഉണ്ട്. അപ്പൊ പഠിക്കുന്ന സമയത്ത് വിശക്കണേ എനിക്ക് വിശക്കുന്നേ എനിക്ക് വിശക്കുന്നേ എന്ന് പറയൂലല്ലോ ലച്ചു. ഓവറക്കാൻ അല്ല ലച്ചു. അച്ഛൻ ഇങ്ങനെയൊക്കെ തുടങ്ങണം. ഇത് വെറുതെ വീഡിയോക്ക് വേണ്ടി കാണുന്നുണ്ടോ? കുറച്ചും കൂടെ പൊക്കി പിടി. അതാ ഞാൻ അവിടെ വന്ന് കുറച്ച് ബാക്കിലോട്ട് ഇറങ്ങി. ഓക്കെ നീ പറഞ്ഞാപ്പാ. ഇനി ആദ്യം നീ പറ, എന്നിട്ട് കൊടുക്ക്. ഇതെന്താണ് പറയട്ടെ കഴിച്ചിട്ട് ചൂടാണല്ലേ ഊതി ഊതി കഴിച്ചു. ഞാൻ കഴിക്കാൻ പോവാ. ഷെഫ് വെള്ളിച്ചൻ വന്നപ്പോ വെള്ളിച്ചൻ കൊടുത്താ. ദോശമാവ് ബാക്കി വന്നതാ. ഇത് ലക്ഷ്മി നായർ ഉണ്ടാക്കിയ സാധനമാണ്. രാഗി ട്രൈ ചെയ്തതാണ്. പറയടി നീ, ഞാനിരുന്ന് പറയണോ. അവരുണ്ടാക്കി വെക്കാം. ഞങ്ങൾ ഉണ്ടാക്കി നോക്കാം. ദോശമാവ് ബാക്കിയുണ്ട്. അപ്പൊ ഒന്ന് ഉണ്ടാക്കി വെക്കാം. എങ്ങനെയുണ്ട് ഇത്? നല്ലതാണോ? ഒരെണ്ണം കുടിച്ചേ. ചെയ്തോടെ വായി വെള്ളം എങ്ങനെയുണ്ട് ഇതേട്ടാ? ഇതില് ക്യാരറ്റൊക്കെ ഇടാം. ഇനി പരീക്ഷ നടത്തുമ്പോ വിളിക്കാം. കൊള്ളാലടി. ഇതില് ക്യാരറ്റ് മല്ലിയില അതാണ് ഞാൻ വന്നിട്ടുണ്ടാക്കി തരാൻ വേണ്ടിയ. നാളെ ഇനി ഉണ്ടാക്കണില്ല. അടിപൊളിയായിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണോ ബാക്കിയുള്ളൂ. ഇഡ്ഡലിയുടെ ദോശയുടെ ടേസ്റ്റ് ഉണ്ട്. നമുക്ക്
മുട്ട കഴിക്കണം. നിങ്ങൾ മുട്ട സുർക്കാനേക്കാൾ എളുപ്പാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഓണാണോ നോക്കിയ വീഡിയോ? അച്ഛൻ ചിലപ്പോ ഓഫ് ചെയ്തിട്ടായിരിക്കും പോയത്. എന്നെ കാണാൻ പറ്റണ്ടെന്നൊക്കെ ചെന്ന് ബാക്കിലെന്ന് പറയും. കാണാൻ പറ്റണ്ട? അപ്പൊ എന്താ പറയാ, മാറി വെച്ചിട്ട് അച്ഛൻ മഞ്ഞുണ്ട്. അപ്പൊ എന്താ പറയാ, ഇതെല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാനുള്ള അത്ര എളുപ്പമാണ് കേട്ടോ. ദോശമാവ്, അതായത് ചില കുട്ടികൾ ദോശ ഇഡ്ഡലി ഒന്നും കഴിക്കില്ലല്ലോ. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ ഞാന് കഴിഞ്ഞു. ലക്ഷ്മി നായർ ഉണ്ടാകും, ഞങ്ങള് സ്ഥിരം വീഡിയോ കാണും കേട്ടോ. അപ്പൊ പെട്ടെന്നാണ് അങ്ങനത്തെ ഒരു വീഡിയോ എന്റെ കണ്ണിൽ പെട്ടത് കേട്ടോ. അപ്പൊ ഞാൻ അന്ന് എന്റെ മനസ്സിലുണ്ടായി, ഇനി അടുത്ത ദിവസം എന്നാണ് ദോശമാവ് ബാക്കി വരുന്നത്, അല്ലെങ്കിൽ ബാക്കി വന്നെങ്കിൽ എടുത്തു വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കാന്നായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലച്ചു പറയണ അമ്മമ്മ മുട്ട സുർക്ക് ഉണ്ടാക്കിയ പോലെ ഉണ്ടെന്ന്. പക്ഷെ അതിനേക്കാൾ എളുപ്പമാണ്. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ എല്ലാവരും എനിക്ക് 10 മാർക്കും തന്നൂലേ? അല്ല, അവർക്ക് 10 ഉണ്ട്. ഞാനത് ട്രൈ ചെയ്ത് നോക്കുമ്പോ ചിലപ്പോ എനിക്ക് പാളി പോവില്ലേ? അച്ഛനെടുത്ത് വെക്കണോ? കേക്ക് എടുത്ത് വെക്കാത്ത കാരണം വേണ്ട, അപ്പാപ്പിന് കൊടുക്കാനാണ്. ചെയ്തോട്ടാ എത്ര മാർക്ക് തരും 10? കറക്റ്റ് ഞാൻ ചോദിക്കുകയാണ്. 10 സത്യം 9 ലച്ചു. എന്നിട്ട് അത് ഉണ്ടാക്കി നിനക്ക് തരണം. അപ്പൊ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ വയറ് നിറച്ച് കഴിക്കാനുള്ളത് ഉണ്ടായില്ല. കുറച്ച് പോർഷനാണ് നമ്മൾ എടുത്തു വെച്ചത്. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കൂട്ടോ. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങക്ക് കാണണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മി നായരുടെ വ്ലോഗിൽ പോയി നോക്കിയാൽ മതി. അവര് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കും, കഴിച്ചു നോക്കിട്ട് പറയും. അച്ഛന് നാണം, അച്ഛൻ ഷർട്ട് ഇട്ടിട്ടില്ല. അച്ഛൻ ഷർട്ട് ഇടാതെ വ്ലോഗിൽ ധൈര്യമില്ല. പക്ഷെ അച്ഛനെ കാണാൻ നമുക്ക് എടുക്കാം.